ഇവിടെ 100 രൂപയുടെ ജഗിൻസും ലെഗിൻസും എല്ലാ കാര്യങ്ങളും. എന്തുട്ടാ വഞ്ചിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടാ. 14-ാം തീയതി ആവുമ്പോൾ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ താലപ്പൊലി ആരംഭിക്കാൻ പോവാണ് കേട്ടോ. ജനുവരി 14 മുതൽ 18 വരെയാണ് താലപ്പൊലി. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ആ ഒരു ഗ്രൗണ്ടിലും കാര്യങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കൊടുങ്ങല്ലൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലം. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള താലപ്പൊലി എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും. എല്ലാവർക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഭയങ്കര ആഘോഷമായിട്ടുള്ളൊരു ഉത്സവമാണ് താലപ്പൊലി. അപ്പോൾ 14 മുതൽ 18 വരെയാണ്. കാണാത്തവർ എന്തായാലും വന്ന് കണ്ടോളൂ കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും, എന്നാലും കാണാത്തവരായിട്ട് ഒരുപാട് പേരുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും കണ്ടോളൂ. വർണ്ണ ശബളമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളായിരിക്കും. മൺതരി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നിലത്തോട്ട് വീഴാത്ത തരത്തിലുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. 1-ാം താലപ്പൊലിക്ക്, 2-ാം താലപ്പൊലിക്ക്, 3-ാം താലപ്പൊലി, 4-ാം താലപ്പൊലിക്ക് പറയണ്ട. വെടിക്കെട്ടും കാര്യങ്ങളുമായിട്ട് അടിപൊളി തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ അവിടെയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും ഫുള്ളായിട്ട് കാണാം. ഏകദേശം ഒരു 13-ാം തീയതി ആവുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിന് ചുറ്റും എന്തൊക്കെയാണ് താലപ്പൊലിയായിട്ട് ബന്ധപ്പെട്ട് കച്ചവടക്കാരും, പിന്നെന്തുട്ടാ നമ്മുടെ തൊട്ടി, പിന്നെന്തുട്ടാ വഞ്ചി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തോരായെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ താലപ്പൊലിയായിട്ട് ബന്ധപ്പെട്ട് ഇതേ പന്തലും കാര്യങ്ങളൊക്കെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, അവർ തുടങ്ങിയിട്ടുള്ളൂ. അപ്പുറത്തിപ്പുറത്തായിട്ട് ഓരോ കടകളൊക്കെ ഓരോന്ന് പണിത് വരുന്നുണ്ട്. പിന്നെ കുറേ ഹിന്ദിക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ട് കടകളൊക്കെ കെട്ടി എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടക്കി പറക്കി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കടകളും വന്നിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചിയും സംഭവങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാ കടകളും വന്നിട്ടുണ്ട്. പിന്നെ അതേ തൊട്ടുകൂഞ്ഞാലൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മകരവിളക്കിൻ്റെ നല്ല തിരക്കുണ്ടാവും ഇവിടെ. പിന്നെ താലപ്പൊലി ആകുമ്പോഴേക്കും ഓരോരുത്തർ മലക്ക് പോയി തുടങ്ങും കേട്ടോ. അപ്പോൾ അവരൊക്കെ ഈ അമ്പലത്തിൽ വന്നിട്ട് തൊഴുതിട്ടായിരിക്കും പോവുക. അപ്പോൾ അതിൻ്റെതായ വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓരോ മുക്കിനും മൂലയ്ക്കും ഓരോ കടകൾ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പണിത് വരുന്നുള്ളൂ. പണിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടി വരുന്നുള്ളൂ. ടർപ്പായ അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് കെട്ടി വരുന്നുള്ളൂ. സാധനങ്ങളൊക്കെ നിലത്തിട്ടിട്ട് ഓരോന്നിങ്ങനെ എടുത്തു വെക്കുന്നുള്ളൂ. അങ്ങനത്തെ രീതിയിലാണ്. ഇവിടെ 100 രൂപയുടെ ജഗിൻസും ലെഗിൻസും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്ന് അവരടക്കി പറക്കി വെച്ച് തുടങ്ങണുള്ളൂ കേട്ടോ. എന്നെപ്പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വില കുറവുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ആകർഷണമാണ്. പക്ഷേ അതിന് വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല, എങ്കിലും നമുക്കത് മേടിക്കാനായിട്ട് തോന്നും കേട്ടോ. പിന്നെ നമ്മുടെ തൊട്ടിയായാലും വഞ്ചിയായാലും എല്ലാം പണിപ്പുരയിലാണ് ഏറ്റവും കൂടുതൽ ഈ താലപ്പൊലി ഫെസ്റ്റിവൽ അങ്ങനത്തെയൊക്കെ ആകർഷിക്കുന്ന കാര്യം ഇതൊക്കെ ആയിരിക്കുമല്ലോ. തൊട്ടി, ഊഞ്ഞാൽ, അതേപോലെ തന്നെ വഞ്ചി, പിന്നെ ഡിസ്കോ ഡാൻസ്. ഓ ദൈവമേ, കഴിഞ്ഞ കൊല്ലം ഡിസ്കോ ഡാൻസ് കയറിയ കാര്യം എനിക്ക് ഓർക്കാനേ വയ്യ. ജന്മത്തിന് കയറില്ല കേട്ടോ. അത്രയ്ക്ക് ഞാൻ അതിനുള്ളിൽ കിടന്ന് ടെൻഷൻ അടിച്ച് പേടിച്ചാകെ ഒരു വിധായി. നമ്മുടെ തൊട്ടി ഊഞ്ഞാലൊക്കെ അവിടെ അവർ പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ കൂടെ സുക്രുമണി ഉണ്ട് ഇത് നോക്കാനായിട്ട്. പിന്നെ നമ്മുടെ വഞ്ചിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മറ്റേ കടകളും കാര്യങ്ങളൊക്കെ ഒരുക്കണേൻ്റെ തിരക്കിലാണ് കേട്ടോ. പിന്നെന്താ, കളിപ്പാട്ടങ്ങൾ രക്ഷയില്ല. ഇനിയിപ്പോൾ സുക്രുവിനെ തുമ്പിനെ കൊണ്ട് വന്ന കാശ് പോയത് തന്നെ. ഇപ്പം തന്നെ അവനൊരു 30 രൂപയുടെ കാറ് പിടിച്ചതേ കണ്ട. പിന്നെ അവിടെ നമ്മുടെ വിലക്കുറവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കാലം ഒരുപാട് കഴിഞ്ഞാലും ഈ ഒരു താലപ്പൊലിക്ക് ഉണ്ടാവുന്ന ഒരു പുതുമ അത് കൊടുങ്ങല്ലൂർക്കാർക്ക് മാത്രം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കേട്ടോ. ഞാൻ ഇതിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഞാൻ +2 ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, പിന്നെ എന്നിട്ട് കൃഷ്ണേന്ദു ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് താലപ്പൊലിക്ക് വന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. എൻ്റെ കുഞ്ഞിലെ താലപ്പൊലിക്കൊക്കെ വരുമ്പോഴേ ഒരുപാട് സാധനങ്ങൾ, ആഗ്രഹമുള്ള സാധനങ്ങൾ കടയിലൊക്കെ കിടക്കുമ്പോൾ അത് മേടിക്കാൻ പറ്റാത്ത കുറച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാശില്ലായിക അങ്ങനത്തെ കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു.
ഇന്നതേ സ്ഥാനത്ത് സുക്രവും തുമ്പിയൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് മേടിച്ചു കൊടുക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, കടകളായ കടകൾ മുഴുവനും ഞാൻ കയറി ഇറങ്ങിയത് വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് അതിൻ്റെ ഉള്ളിലുണ്ട്. താഴപ്പിലാവുമ്പോൾ എല്ലാവരും ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. ക്വാളിറ്റി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, തൊട്ടൊന്നും നോക്കിയില്ല. നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണുണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രസ്സുകളുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, പുറമെ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ പിടിച്ചോ നോക്കിയില്ല കേട്ടോ. തുമ്പിക്കും സുക്രുവിനൊക്കെ പറ്റിയ പിള്ളേരുടെ ഡ്രസ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ. താലപ്പൊലിക്ക് വരുമ്പോൾ കയറണം. അമ്പലം തുറന്നിട്ടില്ല കേട്ടോ, എന്നാലും ആൾക്കാർ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് വൈകുന്നേരം തുറക്കുമ്പോൾ കയറാനായിട്ട്. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ പൂരി, ഈന്തപ്പഴം, ഉഴുന്നുവട, അതൊക്കെയാണല്ലോ പിന്നെ ഉത്സവത്തിൻ്റെ ഏറ്റവും മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സംഭവം. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് ജ്യൂസുകൾ കേട്ടോ. നമ്മുടെ എന്തിട്ടാ തണ്ണിമത്തൻ ജ്യൂസ്, അതേപോലെ തന്നെ കോളിഫ്ലവർ വറുത്തത്, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് കൂടുതൽ തിന്നുന്നത്. ഈ പനന്തങ്കാക്കില്ലേ, അതൊക്കെ പണ്ട് താലപ്പൊലിക്കായിരുന്നു കേട്ടോ ഞാൻ ആകെ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് ദിവസവും സുലഭമായിട്ട് ഓരോ മുക്കും മൂലയിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് പനന്തങ്ക് വിൽക്കാനായിട്ട്. പിന്നെ കൈനോട്ടക്കാരും എല്ലാവരുമായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ താലപ്പൊലിക്കാവ്. അടിപൊളി ഒരു വൈബാണ് കേട്ടോ ഇതിൽ കൂടെ നടക്കാനായിട്ട്. മുക്കിന് ഓരോ മൂലക്കും കടകളാണ് കേട്ടോ. എല്ലായിടത്തും ഓരോരുത്തരിങ്ങനെ അടക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കുറേ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ഷോപ്പും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ ഈ ആലിഞ്ചോട്ടിലേയും ദൂരം പേരായിരിക്കും എന്നറിയാം ഇങ്ങനെ വെറുതെ ഇരിക്കുക. അത് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയില്ലേ, ഏകദേശം ഒരു 60-65 വയസ്സുള്ളവർ ഇങ്ങനെ കുശലം പറഞ്ഞിരിക്കണ കാണാൻ തന്നെ ഒരു രസമാണല്ലേ. എനിക്ക് ഇതിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ദേ മുഴുവൻ ചുറ്റിയൊക്കെ നടന്ന് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം 8-ാം തീയതിയാണ് കേട്ടോ. നമ്മുടെ താലപ്പൊലി തുടങ്ങുന്നത് 14-ാം തീയതിയാണ്. അപ്പോൾ 14-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ ഈ ഫ്രീ ആയിട്ടുള്ള എല്ലാ പ്ലേസിലും കടകളും കാര്യങ്ങളും ആവും. നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിലാകും. നമ്മളൊന്നും മേടിച്ചില്ലെങ്കിലും അവിടെ വരുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെന്താ, ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതോടെ എനിക്ക് നേരിയ ചമ്മലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ കേട്ടോ, താലപ്പൊലിയുടെ ഒരുക്കങ്ങൾ ഇതൊക്കെയാണ്. സുബ്രഹ്മണ്യതേ നടന്ന് കാലൊക്കെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ എന്തിട്ടാ, ഈ നാട്ടുമരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഉണ്ടാവും. ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. ഇനി കുറച്ച് പാത്രങ്ങൾ മേടിക്കണം താലപ്പൊലിക്ക് വന്നിട്ട്. പിന്നെന്താ, പിന്നെ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കണം. തണ്ണിമത്തം നമ്മൾ കുടിക്കാത്തല്ല, പക്ഷെ ഇവിടെ നിന്ന് താലപ്പൊലിന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് തണ്ണിമത്തൻ ജ്യൂസ്. അതേപോലെ തന്നെ കോളിഫ്ലവർ വറുത്തത്, അതൊക്കെയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് കഴിക്കുന്ന സംഭവങ്ങൾ. ഐസ്ക്രീമിനേക്കാളും കൂടുതൽ കഴിക്കുന്നത് അതൊക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ. തൊട്ടുകുഞ്ഞാലൊക്കെ തുടങ്ങിയിട്ടുള്ളൂ, ബോഗികളൊന്നും അവർ കെട്ടിയിട്ടില്ല കേട്ടോ. ടാറ്റാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. നമ്മൾ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചുള്ളൂ, ഇത്രേ ആയിട്ടുള്ളൂ ഇവിടെ. അപ്പം ഇനി നമ്മൾ താലപ്പൊലിക്കൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഫുള്ളായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും വരാൻ നോക്കാം കേട്ടോ. അടിപൊളിയായിരിക്കും. വരാത്തവർ അല്ലെങ്കിൽ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വന്ന് കാണാം. പത്രമുള്ള അടുത്തോടെയായിട്ട് കാണുന്നവർക്ക്